തദ്ബ്രഹ്മ എന്നല്ല പറയുന്നു. നമ്മളീ ചർച്ച ചെയ്യുന്ന ഏതോ ഒന്ന്, ഇതിന് അധിഷ്ഠാനമായിരിക്കുന്ന ഒന്ന് ബ്രഹ്മം എന്നല്ല പറയുന്നത്. ഇത് എന്താണോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ശബ്ദസ്പർശ രൂപരസഗന്ധരൂപത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത് ബ്രഹ്മം എന്നാണ്. പിന്നെ ചിലടത്ത് ആശയക്കുഴപ്പമുണ്ടാകുന്നത് ഈ നാമരൂപങ്ങളെല്ലാം നിഷേധിച്ചിട്ട് അതടുത്ത് ഇവിടെ പറയും. പൃഥിവീം പാർത്ഥിവം ചാംസം ശരീരം സാധിദൈവതം ജാനീയ സർവം ആത്മേതി നേത്തി നേത്യുപലക്ഷണം. ഇതാണ് ചിലർക്ക് ആശയക്കുഴപ്പമുണ്ടാകുന്നു, അദ്വൈതികൾക്ക് തന്നെ. അദ്വൈതികളെന്ന് പറഞ്ഞാൽ പല അദ്വൈതമൊക്കെ ഒരുപാട് പഠിച്ചു പാസ്സായ ആൾക്കാർക്ക് അദ്വൈതത്തിന്റെ ഭാരം ചുമക്കുന്നവർ ഈ ഭാഗം മനസ്സിലാകത്തില്ല. എന്താണ് പൃഥിവിയും ഇവിടെ പറഞ്ഞു വന്നു. ആദ്യം പറഞ്ഞല്ലോ ഇയം പൃഥിവി സർവേഷാം ഭൂതാനാം മധു എന്ന് പറഞ്ഞ പൃഥിവി. പിന്നെ പാർത്ഥിവം ശരീരങ്ങൾ. രണ്ടാമത് പറഞ്ഞല്ലോ സർവാണി ഭൂതാനി, ശരീരങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞാണ്. പൃഥ്വിയും പാർത്ഥിവം ചാംസം ശരീരം. അംശം ശരീരം, സൂക്ഷ്മ ശരീരത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അധിദൈവതം, അതിദൈവതം അവിടെ അഭിമാനിക്കുന്ന ചൈതന്യം, അത് ഈ ഓരോ ശരീരത്തെ സംബന്ധിച്ച് വ്യഷ്ടിയിലോ സമഷ്ടിയിലോ ഈ കേവലമായി സൂക്ഷ്മ ശരീരത്തിൽ അഭിമാനിക്കുന്ന ജീവനായിട്ടോ ഹിരണ്യഗർഭനായിട്ടോ എല്ലാം എടുക്കാം. ഇതെല്ലാം എന്താണ്? സർവം ആത്മേതി ജാനീയാത് ഇവിടെ പറയുന്നു. ഇത് ഇത്രയും പറയുമ്പോൾ എല്ലാം വന്നു കഴിഞ്ഞു അവിടെ. എന്താണ്? പൃഥിവി, പാർത്ഥിവം, അംശം, അധിദൈവതം, സ്ഥൂലം, സൂക്ഷ്മം, ചൈതന്യം. ഇതിനെല്ലാം എങ്ങനെ മനസ്സിലാക്കണം? സർവം ആത്മേതി ജാനീയാത്. ഈ സർവത്തെയും ആത്മാ, ഭാഷകാരൻ അവിടെ പറഞ്ഞു പരമാർത്ഥത ബ്രഹ്മം. വാർത്തകാരൻ കുറച്ചുകൂടി അതിനെ ആത്മനിഷ്ഠമായി ചിന്തിക്കാൻ വേണ്ടി പറയുന്നു. ആത്മാ ദ്രഷ്ടാവ്. മുമ്പ് കഴിഞ്ഞ ദിവസം അതിന് പറഞ്ഞു എന്താണ്? ജ്ഞാതാവ്, വിജ്ഞാത, വിജ്ഞാതാരം, ഹരേകേന വിജാനി. അതവിടെ ജ്ഞാതാവെന്ന് പറഞ്ഞു. ഇതെല്ലാം ആ ജ്ഞാതാവാണ് എന്നറിയണം, ബ്രഹ്മമാണെന്നറിയണം എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ സംശയം വരും. ആ സംശയം പലരും തീർക്കാൻ ശ്രമിക്കാറില്ല, അദ്വൈതികളിൽ. അവിടെയാണ് തകരാറ് വരുന്നത്. എല്ലാ ഉപനിഷത്തുകളും പഠിച്ചെന്ന് വിചാരിച്ചോ, ഇതെല്ലാം ഓർമ്മിച്ചു വെച്ചെന്ന് വിചാരിച്ചോ? ഇത് ഓർമ്മിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓർമ്മിക്കുന്നതൊക്കെ തലയ്ക്ക് ഭാരമാണ്, അതൊക്കെ തലയിലെ വേസ്റ്റാണ്. ഓർമ്മ എന്ന് പറയുന്നു തലയ്ക്കകത്ത് വരുന്ന വേസ്റ്റാണ്. വേസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും പുറത്ത് കളയേണ്ട സാധനം. വേസ്റ്റ് ആരെങ്കിലും അകത്ത് വയ്ക്കാറുണ്ടോ? പക്ഷെ ഒരുപാട് വേസ്റ്റുള്ളവർക്ക് ഈ പറയുന്ന ഭാഗം മനസ്സിലാകത്തില്ല. എന്താണ്? നേതി നേതി ഉപലക്ഷണം. അടുത്ത് പറയുന്നു നേതി നേതി ഉപലക്ഷണം. ഇങ്ങനെ പറയുമ്പോൾ എന്താണ്? ജ്ഞാനിയ സർവമാത്മേതി, എല്ലാത്തിനെയും ആത്മാവെന്നറിയണം എന്ന് പറയുമ്പോൾ ചിലർ ഉടൻ ചോദിക്കും, അപ്പൊ നേതി നേതി എന്ന് പറയുന്നതോ? എല്ലാം ആത്മാവാണെങ്കിൽ നേതി നേതി എന്ന് പറയണ്ടല്ലോ, നിഷേധിക്കല്ലേ. ഇതല്ല ഇതല്ല, ഇതാത്മാവല്ല ഇതാത്മാവല്ല. അതും ഉപനിഷത്തല്ലേ പറയുന്നു, ശ്രുതിയല്ലേ പറയുന്നു. നേതി നേതി എല്ലാ ആത്മാവാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇതം സർവം യഥയം ആത്മാ
ഇതം ബ്രഹ്മ, ഇത്തരം വാക്യങ്ങൾ മാത്രമേ പാടുള്ളൂ. പിന്നെ ഈ നേതി നേതി എന്നുള്ള ഈ പ്രയോഗത്തെ ആശ്രയിച്ചിട്ടാണ് ഭാഷ്യകാരനും പറയുന്നത് ഇതെല്ലാം മിഥ്യയാണ്, അദ്വൈതികളെല്ലാം പറയുന്നതെല്ലാം മിഥ്യയാണ്, നാമരൂപങ്ങൾ വാചാരംഭണമാണ്, മിഥ്യയാണെന്ന് പറയുന്നു. പിന്നെ അതിൽ നിന്നെന്ത് മനസ്സിലാക്കണം എന്നാ രണ്ടും കൂടെ എങ്ങനെ പൊരുത്തപ്പെടും? ജാനീയ സർവമാത്മേതി, സർവമാത്മാവാണെന്ന് അറിയുക, നേതി നേതി എന്നും പറയുക, ഇതല്ല ഇതല്ല എന്നും പറയുക. അപ്പോൾ ഇതല്ല എന്ന് പറഞ്ഞാൽ ഇതല്ല ആത്മാവ് വേറെ എന്നല്ല. നമ്മൾ സാറിന് പറയാറുണ്ടല്ലോ, സ്ഥൂല ശരീരമല്ല, സൂക്ഷ്മ ശരീരമല്ല, കാരണ ശരീരമല്ല, അതിന്റെ പിന്നിലുള്ളതാണ് എന്ന് പറയുന്നത്. അന്നമയ കോശമല്ല, സാധാരണ നമ്മളും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പ്രാണമയ കോശമല്ല, മനോമയ കോശമല്ല, വിജ്ഞാനമയ കോശമല്ല, ആനന്ദമയ കോശമല്ല. ഇങ്ങനെ ഒരു രീതിയാണ്. ഇത് രണ്ടും കൂടെ എങ്ങനെ പൊരുത്തപ്പെടും? അതിനു വേണ്ടിയിട്ട് പറയുന്നു ഉപലക്ഷണം. ആ പറഞ്ഞിരിക്കുന്നത് ഉപലക്ഷണമായി പറഞ്ഞിരിക്കുകയാണ്. ഉപലക്ഷണമായി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതിന്റെ വാച്യാർത്ഥത്തെ മാത്രം എടുത്താൽ പോരാ, അവിടെ പറയാത്ത ചില കാര്യങ്ങളൂടെ ഉണ്ട്, അതുകൊണ്ട് എടുക്കണം. ഉപലക്ഷണം എന്ന് പറയുന്നത് സർവത്ര അങ്ങനെയാണ്. ഒരു കാര്യം ഉപലക്ഷണമായി പറയുന്നു വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത അവിടെ സങ്കോചിപ്പിക്കരുത്, അത് മാത്രമായിട്ട് എടുക്കരുത്. കുറച്ച് പറയേണ്ട കാര്യങ്ങളൂടെ അവിടെ ഉണ്ട്. എന്താണ് ആ ഉപലക്ഷണം? ആണ് ഈ ഭാഷകാരൻ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്നിടത്ത് പറയുന്നത് നേതി നേതി. നേതി നേതി എന്ന് പറഞ്ഞിരിക്കുന്ന ഉപലക്ഷണമായിട്ടാണ്. എന്താ ഉപലക്ഷണം? അവിടെ ബ്രഹ്മസത്യ ജഗത് മിഥ്യം, ബ്രഹ്മസത്യം ജഗത് മിഥ്യ. അവിടെ ഇനി ആ ഒരു ഭാഗം മാത്രം നമ്മൾ അടർത്തിയെടുക്കുകയാണ്. ജഗത് മിഥ്യ. അവിടെ എന്താ ഉപലക്ഷണം? ആ ഉപലക്ഷണമാണ് മുമ്പ് പറഞ്ഞ എന്താണ്? ബ്രഹ്മസത്യം. അതാണ് ഉപലക്ഷണമാണ്. ഇവിടെ ആദ്യം പറഞ്ഞ എന്താണ്? ജാനീയ സർവം ആത്മേതി, സർവം ആത്മാവാണ്. നേതി നേതി എന്ന് പറയുന്നത് സർവവും ആത്മാവാണെന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഉപലക്ഷണം. മിഥ്യ എന്ന് പറയുന്നത് മിഥ്യയായ ജഗത്ത് ബ്രഹ്മമാണ്, സത്യമാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. അതാണ് ഉപലക്ഷണമായി പറയുന്നത്. അതാണ് ഇവിടെ മുമ്പ് പറഞ്ഞത് എന്താണ്? തേഷാം തദ്വിവർത്തതയാ തദാത്മകത്വ. എവിടെ വിവർത്തം എന്ന് പറയുന്നു മുമ്പ് ഞാൻ പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ്? അത് പരമാർത്ഥമാണ് എന്നാണ്. അപ്പൊ നേതി നേതി എന്ന് പറയുന്ന നിഷേധാംശത്തെ മാത്രം എടുക്കരുത്. ആ നിഷേധാംശത്തിലൂടെ ഉപലക്ഷണമായി ബോധിപ്പിക്കുന്ന എന്താണ്? അത് ഇതെല്ലാം സർവം ആത്മാ. അവിടെയാണ് ചെന്നെത്തേണ്ടത്, എത്തി നിൽക്കേണ്ടത് അവിടെയാണ്. അല്ല ഇവിടെ ഇതിൽ നിന്നുപോകരുത്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് തമ്മിൽ വിരോധം വരും. ഒരിക്കലും അദ്വൈതം എന്ന് പറയുന്ന എന്താന്നുള്ള പിടികിട്ടത്തില്ല. കാരണം അദ്വൈതത്തിൽ രണ്ടുപേരും, എന്ത്? സത്യമായ ബ്രഹ്മവും നിത്യമായ ജഗത്തും രണ്ടായിട്ട് നിൽക്കും. ഇതിനെങ്ങനെ അദ്വൈതം വരുന്നു? അതുകൊണ്ട് മിഥ്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ നേതി നേതി എന്ന് പറയുന്നതിന് ഉപലക്ഷണമായിട്ട് എടുക്കണം. പിന്നെ അത് പറയാതിരുന്നാൽ പോരെ? അത് പറയാതിരുന്നാൽ കഴിയില്ല. എന്തുകൊണ്ട്? ഈ അനുഭവത്തിൽ അത് സ്വപ്നമെന്നെടുത്താലും ശരി, ജാഗ്രത അനുഭവത്തിലായാലും ശരി, ഇവിടെ പരമാർത്ഥബോധം ഇല്ല. ജഗത്തിൽ ആർക്കും തന്നെ പരമാർത്ഥബോധമില്ല. ജഗത്തിൽ എല്ലാവർക്കും ഉള്ളത് ജഗത് ബോധമാണ്. അപ്പോൾ ആ ജഗത് ബോധത്തെ നിരാകരിച്ച് അതിൽ പരമാർത്ഥബോധം കൊണ്ടുവരാൻ വേണ്ടി നേതി നേതി പറഞ്ഞാലേ കഴിയും. അല്ലെങ്കിൽ പിന്നെ ശാസ്ത്രത്തിന്റെയും ഗുരുവിന്റെയും ഉപദേശത്തിന്റെയും ഒന്നും ആവശ്യമില്ലല്ലോ. മനുഷ്യന് ഈ ജഗത് ബോധത്തിലങ്ങ് ജീവിച്ചാൽ മതി. ഇവിടെ ബ്രഹ്മവും വേണ്ട, അമൃതത്വവും വേണ്ട, അമൃതത്വ സാധനവും വേണ്ട, ഒന്നും വേണ്ട. മറിച്ചിവിടെ ഇതെല്ലാം നിർദ്ദേശിക്കുന്നു. അപ്പൊ കേവലമായ ജഗത് ബോധം അത് സത്യബോധത്തെ ഉണ്ടാക്കുന്നില്ല. സ്വപ്നബോധം പോലെ ദൃശ്യാനുഭവത്തെ ഉണ്ടാക്കുന്നു.
ആ ദൃശ്യാനുഭവത്തെ ദൃശ്യമായിട്ട് അനുഭവിക്കുന്നു. അതിൽ പറയുന്ന കാര്യകാരണ ബന്ധങ്ങളെയൊക്കെ കാണുന്നു. അവിടെ പരമാർത്ഥബോധം ഉണ്ടാകുന്നില്ല. ആ പരമാർത്ഥബോധത്തിന് ഈ ദൃശ്യബോധം തടസ്സമായിരിക്കുന്നു. അപ്പൊ ആ തടസ്സത്തെ മാറ്റുന്നതിന് വേണ്ടി പറയുന്നു നേതി നേതി. എന്നിട്ട് ബോധിപ്പിക്കുന്നു എന്താണ് ഇത് കേവലം നാമരൂപാത്മകമായ ഒരനുഭവം മാത്രമല്ല, കേവലം നാമരൂപാത്മകമായ പ്രതീതിയല്ല, മറിച്ചത് പരമാർത്ഥമാണ് എന്ന് ബോധിപ്പിക്കുന്നു. അതാണ് ഉപലക്ഷണമായി ആണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നു. ആത്യന്തികമായി ധരിക്കേണ്ടതാണ് സർവം ആത്മാ. സർവവും എങ്ങനെയാണോ സ്വപ്നം തന്റെ സ്വരൂപമായി തന്നെ ഇരുന്നത്, ആത്മശബ്ദം എപ്പോഴും ഉപയോഗിക്കുന്ന ആ സ്വരൂപം എന്നുള്ള ബോധത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രോതാവിന്റെ സ്വരൂപം